ഞാൻ അടുത്തേക്ക് ചെന്ന് ഉപദേശിക്കുമ്പോൾ ഈ ചൂട് കഞ്ഞി എടുത്ത് എൻ്റെ തലയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഏതാണ്ട് 90-നടുത്ത് പ്രായമുള്ള അക്രൈസ്തവയായ ഒരമ്മ കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ചത്തോട്ട് അവളുടെ തല വെച്ചിട്ട്, എൻ്റെ അമ്മ തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. ഭാര്യയുടെ തലക്കടിച്ചിട്ട് അവളുടെ തലയുടെ അത്രയും ഭാഗത്തേക്ക് ആ അലൂമിനിയം കാലം ചളുങ്ങിപ്പോയി. ആ വേദന കൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത്, ഇവനങ്ങ് മരിച്ചാലും, ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവിടെ, അത് പറയാൻ പറ്റാത്ത വാക്കായതുകൊണ്ട്, ഇവനങ്ങ് മരിച്ചാലും മതി എന്ന് പറയുന്ന ഒരു നാടൻ ഭാഷയാണ് ഉപയോഗിച്ചത്. ആരോരുമില്ലാത്തവർക്കും അനാഥർക്കും കരുതലും സംരക്ഷണവും നൽകുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അനേകായിരം മനുഷ്യരുടെ ജീവിതത്തിൽ വെളിച്ചവും പ്രതീക്ഷയും പകർന്നു നൽകിയ വലിയ റവറൻ ബെൽസ്കീപ്പ റംബാൻ നെടിയത്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം റംബാച്ച. നമസ്കാരം. റംബാച്ചന്റെ ബാല്യകാല ജീവിതത്തെക്കുറിച്ചും ദൈവവിളിയിലേക്കുള്ള യാത്രയെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ പേര് ബെൽസ്കീപ്പ റംബാൻ നെടിയത്ത് എന്നാണ്. ഞാൻ റംബാൻ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയപ്പെട്ടിരുന്നത് രാജൻ ജോർജ് അച്ഛൻ എന്നാണ്. എൻ്റെ സ്വദേശം പന്തളത്തിന് സമീപം പൂഴിക്കാട് എന്നുള്ള ഗ്രാമപ്രദേശമാണ്. അവിടെ നെടിയത്ത് പുത്തൻ വീട്ടിൽ KC ജോർജിൻ്റെയും കുഞ്ഞമ്മ ജോർജിൻ്റെയും പുത്രനായി 1963 സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുടശനാട് NSS ഹൈസ്കൂളിലും, തുടർന്ന് പന്തളത്ത് നിന്ന് പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് GSTയും സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BD കരസ്ഥമാക്കിയതിനു ശേഷം ഞാൻ തിരുവനന്തപുരം കാര്യവട്ടത്ത് നിന്ന് MA സോഷ്യോളജിക്ക് പഠിച്ചു. എങ്കിലും ആ സമയത്ത് എനിക്ക് വിദേശ രാജ്യങ്ങളിൽ ഒരു സന്ദർശനം നടത്തേണ്ടി വന്നതുകൊണ്ട് ആ സമയത്ത് പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നതിനാൽ ഞാൻ ആസാമിലെ ഷില്ലോങ്ങിലുള്ള CMJ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയത്. എൻ്റെ ദൈവവിളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിലെ കുടുംബാന്തരീക്ഷമാണ് എന്നെ ഇത്തരത്തിലേക്ക് വഴി തിരിച്ചുവിട്ടത്. എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. അമ്മ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഉത്തമയായ ദൈവഭക്തിയായ ഒരു സ്ത്രീയായിരുന്നു. എനിക്ക് ഒരു സഹോദരിയും 2 സഹോദരങ്ങളുമാണ് ഉള്ളത്. സഹോദരി സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു. നേരെ കൊച്ചനുജൻ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് സുബൈദാർ ആയി റിട്ടയർ ചെയ്തു. ഏറ്റവും കൊച്ചനുജൻ ദുബായിലെ ഒരു ഹോട്ടലിൻ്റെ അസിസ്റ്റന്റ് മാനേജറായി ജോലി നോക്കുകയും അവൻ പെണ്ണാട്ടിലേക്ക് വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുകയാണ്. ഇതാണ് എൻ്റെ കുടുംബാന്തരീക്ഷം. എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ഞാൻ മുന്നമേ പറഞ്ഞു. പിതാവ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ട്. നിർബന്ധമായ സന്ധ്യയിലെ പ്രാർത്ഥന. ഞങ്ങളുടെ വീട്ടിൽ ഒരു പുൽപ്പായുണ്ട്. ആ പുൽപ്പായിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കും. സാധാരണ വീട്ടുകളിലൊക്കെ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും എൻ്റെ വീട്ടിൽ ആ പുൽപ്പായിൽ ഞങ്ങൾ എല്ലാവരും നിരന്നിരിക്കും. പാട്ടുപാടി വേദപുസ്തകം വായിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാനൂനിക പ്രാർത്ഥനകളെല്ലാം തന്നെ ചൊല്ലും. അതിനുശേഷം പട്ടായിനിപ്പെട്ട ദൈവം തമ്പുരാനെ എന്നൊരു പ്രാർത്ഥന ഉള്ളത് ചൊല്ലും. പിതാവ് ആ പ്രാർത്ഥന ചൊല്ലും. ആ പ്രാർത്ഥന പ്രകാരമാണ് ഇടികളിൽ നിന്നും മിന്നലുകളിൽ നിന്നും കോപത്തിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നൊക്കെയുള്ള ആ പ്രാർത്ഥന പിതാവ് ചൊല്ലുമ്പോൾ ഓരോ സെന്റൻസും പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ഉറക്കെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം എൻ്റെ പിതാവിനൊരു വാചക പ്രാർത്ഥനയുണ്ട്. ഇന്നും ആ പ്രാർത്ഥന എൻ്റെ കർണപുടങ്ങളിൽ മാറ്റിക്കൊള്ളുന്നതാണ്. ഞാൻ പുരോഹിതനായി കുടശനാട് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ദേവാലയത്തിൽ പുത്തൻ കുർബാന ചൊല്ലി എൻ്റെ കൈകളിൽ നിന്ന് വിശുദ്ധ കുർബാന അനുഭവിക്കുന്നത് വരെ ആ പ്രാർത്ഥന ഞാൻ കേട്ടു. ആ പ്രാർത്ഥന ഇപ്രകാരമാണ്: എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ, നീ ദാനമായി എനിക്ക് 4 മക്കളെ തന്നു. അതിൽ ഒരുവൻ നിന്റെ കുരിശൻ ചുമന്നുകൊണ്ട് നാനാജാതികളുടെ ഇടയിൽ പോയി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ നീയാകുന്നു എന്ന് സാക്ഷിക്കുന്നത് കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് ശക്തിയും എൻ്റെ ചെവികൾക്ക് കേൾവിയും തരയണമേ.
എന്ന് പ്രാർത്ഥിക്കും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറും പറയാറുമുള്ള ഒരു കാര്യമാണ്, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ കുരിശ് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. നിന്റെ കുരിശൻ ചുമന്നുകൊണ്ട് നാനാജാതികളുടെ ഇടയിൽ പോയി ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹാ നീയാകുന്നു എന്ന് സാക്ഷിക്കുന്നത് കാണുവാൻ ആഗ്രഹിച്ച ഒരു പിതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ബെർസ്കീപ്പ റംബാച്ചൻ. റംബാച്ചായി, ബെർസ്കീപ്പ എന്ന പേര് അതെങ്ങനെയാണ് ലഭിച്ചത്? സ്വന്തമായിട്ട് അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കുകയായിരുന്നു, അതോ സഭ അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കുകയായിരുന്നു? എന്നെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ തീരുമാനിച്ചത് ഭാഗ്യസ്മരണാർഹനായ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയാണ്. ബാബാ തിരുമേനി തുമ്പൻ ഭദ്രാസനാധിപനായിരുന്ന ക്ലീമീസ് തിരുമേനിയോട് എന്നെ റംബാൻ സ്ഥാനത്തേക്ക് ഉയർത്തണമെന്ന് പറഞ്ഞു. അതിനുള്ള ക്രമീകരണം ചെയ്യുമ്പോൾ ഏത് പേര് സ്വീകരിക്കണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. ഞാൻ വൈദിക സെമിനാരിയിൽ 1987 91 ബാച്ചിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ക്ലാസ്മേറ്റായിട്ട് ഇന്നത്തെ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലീത്തയായ ഗിവറീസ് മാർ യൂലിയോസ്, അടൂർ കടമനാട് ഭദ്രാസനത്തിന്റെ അപ്രയം തിരുമേനി, വൈദിക സെമിനാരി പ്രിൻസിപ്പലായ ജോൺ തോമസ് കരിങ്ങാട്ടിൽ, നാഗപൂർ സെമിനാരിയുടെ പ്രിൻസിപ്പലായിരുന്ന വിജേഷ് നിരുപ്പ്, വൈദിക സെമിനാരിയിൽ അധ്യാപകരായിരിക്കുന്ന ജേക്കബ് മാത്യു ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥി സമൂഹമാണ് എൻ്റെ സഹപാഠികൾ. അപ്പോൾ എനിക്ക് റംബാൻ സ്ഥാനം സ്വീകരിക്കുന്ന സമയത്ത് എൻ്റെ പേര് എന്ത് സ്വീകരിക്കണമെന്നൊരു ചർച്ച വന്നപ്പോൾ അടൂർ ഭദ്രാസനത്തിന്റെ കടമനാട് ഭദ്രാസനത്തിന്റെ അപ്രയം തിരുമേനി പറഞ്ഞു, ബെർസ്കീപ്പ എന്ന പേരാണ് നല്ലത്. അതിന് കാരണം ഇന്നേക്ക് 14 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കരൾ പൂർണ്ണമായി മാറ്റിവെച്ച ഒരാളാണ്. ബെർസ്കീപ്പ എന്ന വാക്കിന്റെ അർത്ഥം കഷ്ടതയുടെ പുത്രൻ എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഒത്തിരി ത്യാഗവും വേദനകളും അനുഭവിച്ചു. നിങ്ങൾക്കറിയാം, ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ എൻ്റെ സഭയും എൻ്റെ കുടുംബവും എൻ്റെ സഹപാഠികളും എന്നെ സ്നേഹിക്കുന്നവരും ചേർന്ന് സ്വരൂപിച്ച് എൻ്റെ കരൾ മാറ്റിവെച്ചത്. അപ്പോൾ ഒരുപാട് കഷ്ടതകളും അതിലുപരിയായ വേദനകളും ഞാൻ സഹിച്ചു. അതുകൊണ്ട് കഷ്ടതയുടെ പുത്രൻ എന്ന അർത്ഥം വരുന്ന ബെർസ്കീപ്പ എന്ന പേരാണ് എല്ലാവരും നിർദ്ദേശിച്ചത്. അതനുസരിച്ച് ഞാൻ ബെർസ്കീപ്പ എന്ന പേരാണ് സ്വീകരിച്ചത്. റംബാച്ച, വൈദിക സേവനത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ നേരിട്ട വെല്ലുവിളികളും അനുഭവങ്ങളും എന്തൊക്കെയായിരുന്നു? എൻ്റെ വൈദിക ജീവിതത്തിലെ വലിയ വെല്ലുവിളികളൊന്നും തന്നെ ഞാൻ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഞാനൊരു സന്യാസ പുരോഹിതനായി തീരണമെന്ന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തീരുമാനിക്കുന്നത്. പുഴിക്കാട് ഗവൺമെന്റ് സ്കൂളിലെ ഹിന്ദി പഠിപ്പിച്ചിരുന്ന അധ്യാപികയായ തങ്കമ്മ സാറ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളോട് ഓരോരുത്തരോടും ചോദിച്ചു, നിങ്ങൾക്ക് ആരാകാനാണ് ആഗ്രഹിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കൊരു വൈദികനാകണം. ടീച്ചർ വളരെ അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു, എന്താണ് രാജൻ ഈ വൈദികനാകണം എന്ന് പറയുന്നത്? എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ ധാരാളം പുരോഹിതരുണ്ട്. അവരുടെ ജീവിതമൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളരെയേറെ ആ ജീവിതത്തിലെ ആകർഷനാവുകയും അതനുസരിച്ചുള്ളൊരു ജീവിതമാണ് ഞാൻ കെട്ടിപ്പടുത്തിരുന്നത്. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മാംസാഹാരങ്ങൾ കഴിച്ചിട്ടില്ല. കുഞ്ഞായിരുന്നപ്പോൾ പോലും ഞാൻ മാംസാഹാരം കഴിച്ചിട്ടില്ല. ആഹാരത്തിന്റെ രുചി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈവൻ ചിക്കൻ്റെയും ഒരു മാംസാഹാരവും. ഇപ്പോഴെ കരൾ മാറ്റിവെച്ചതിന് ശേഷം ഡോക്ടർമാരുടെ നിർബന്ധപ്രകാരം അല്പം മീൻ മാത്രം ആണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ ഭക്ഷണം പാലും തൈരും ചമ്മന്തിയും ഒക്കെയാണ്, പച്ചക്കറികളാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതും ഞാൻ കഴിക്കുന്നതും. അങ്ങനെയുള്ളൊരു ജീവിതം കെട്ടിപ്പടുത്തത് കൊണ്ട് ഒരു സന്യാസ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് എന്നിൽ ഉണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് ഞാൻ പ്രീ ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ഭാഗ്യസ്മരണാർഹനായ ഗിവറീസ് മാർ ദിയോസ്കോറസ് തിരുമേനി, അന്ന് അദ്ദേഹം അഖില മലങ്കര ബാലസമാജത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. തിരുമേനിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അങ്ങനെ തിരുമേനി എന്നെ റാന്നി ഹോളട്ടന്റെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ഞാൻ ആ ആശ്രമത്തിൽ ഏതാണ്ട് കഷ്ടിച്ച് 6 മാസം മാത്രമേ താമസിച്ചിട്ടുള്ളൂ. അവിടുന്ന് തിരുമേനി എന്നെ ഇന്ന് കാണുന്ന തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ആയൂരിനടുത്തുള്ള ഇടമുളത്തിലുള്ള VMD സെന്ററിലേക്ക് കൊണ്ടുപോയി 2 വർഷക്കാലത്തോളം ഞാൻ തിരുമേനിയോട് ഒപ്പം അവിടെ താമസിച്ചു. തിരുമേനി തിരുവനന്തപുരത്ത് നിന്ന് ഇടമുളക്കിൽ വരുമ്പോൾ തിരുമേനിയോടൊപ്പം പള്ളികൾ സന്ദർശിച്ചു. തുടർന്ന് 87 തിരുമേനി എന്നെ വൈദിക സെമിനാരിയിലേക്ക് വിട്ടു. ഞാൻ 87 മുതൽ 91 നിന്ന് വൈദിക സെമിനാരി പഠനം പൂർത്തീകരിച്ചിറങ്ങുമ്പോൾ തന്നെ തിരുമേനിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിച്ചു. ഉടൻ തന്നെ എന്നെ വൈദികനാക്കി. വൈദികനായ ശേഷം ഞാൻ തിരുമേനിയോടൊപ്പമാണ്, തിരുമേനി കാലം ചെയ്യുന്നത് വരെയും തിരുമേനിയോടൊപ്പമാണ് തിരുവനന്തപുരം അരമനയിൽ താമസിച്ചു. അവിടെ ചാത്തന്നൂരിനടുത്തുള്ള വരിഞ്ഞം സെന്റ് ജോർജ് പള്ളിയും കൊട്ടാരക്കരയ്ക്കടുത്തുള്ള നെല്ലിക്കുന്നം സെന്റ് ഗ്രിഗോറിയസ് പള്ളിയുടെയും വികാരിത്വം വഹിക്കുകയും അതോടൊപ്പം തിരുവനന്തപുരത്തുള്ള ഹോളട്രിനിറ്റി ഹൈസ്കൂളിന്റെ അഡ്മിനിസ്ട്രേറ്റർ,
മലങ്കീഴുള്ള മാർ ഗ്രിഗോറിയസ് മിഷൻ സെന്ററിന്റെ മാനേജർ, തിരുവനന്തപുരം ഭദ്രാസന ബാലികാ സമാജത്തിന്റെ വൈസ് പ്രസിഡന്റ് മുതലായ ചുമതലകളൊക്കെ തിരുമേനി എന്നെ ഏൽപ്പിച്ചു. തിരുമേനിയോടൊപ്പം തന്നെ ഞാൻ അരമനയിൽ താമസിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിർവഹിച്ചത്. അപ്പം തിരുമേനിയോടൊപ്പമുള്ള ഒരു ജീവിതമായിരുന്നു എനിക്ക് 99 വരെയും. തിരുമേനി കാലം ചെയ്യുമ്പോഴാണ് തിരുമേനിയുടെ ബോഡിയുമായിട്ട് ഞാൻ ഈ തുമ്പോൺ ഭദ്രാസനത്തിലേക്ക് വരുന്നതും റാന്നിയിലെ പള്ളിട്ട ആശ്രമത്തിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം കബറടക്കുന്നതും. തിരുമേനി അവസാനം എഴുതിയ കത്ത് എൻ്റെ പേർക്കാണ് എഴുതിയിരുന്നത്. ആ കത്ത് ഇന്ന് ഞാൻ ഒരു നിധി പോലെ ഞാൻ സൂക്ഷിക്കുകയാണ്. അതിൽ പറയുന്നുണ്ട്, ഈ കത്ത് രാജൻ ജോർജ് അച്ഛൻ മാത്രം സൂക്ഷിക്കണം, ആവശ്യം വരുമ്പോൾ ഇതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് ഒരു 3 പേജുള്ള ഒരു വലിയൊരു വിൽപ്പത്രം അല്ലെങ്കിൽ ഒരു കത്ത് തന്നെ പറയാം, അത് എഴുതി ഒപ്പിട്ട് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം തിരുമേനിയോടൊപ്പം ഞാൻ താമസിച്ചതുകൊണ്ട് തിരുമേനിയുടെ ട്രെയിനിങ് എനിക്ക് കിട്ടിയിരുന്നത് കൊണ്ട് എപ്പോഴും തിരുമേനി എന്നെ ശാസിച്ചിട്ടുണ്ട്, നിസ്സാര കാര്യങ്ങൾ പോലും വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് വലിയൊരു പാഠമായിരുന്നു. ആ പാഠം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പള്ളികളിലേക്ക് പോകുന്നത്. ഞാൻ ഇന്ന് പള്ളികളിലൊന്നും തന്നെ ഞാനിപ്പോൾ പട്ടവേലിട്ട് 35 വർഷമാവുകയാണ്. 91 സെപ്റ്റംബർ 19-ാം തീയതിയാണ് ഞാൻ പുരോഹിതനാകുന്നത്. ഇപ്പോൾ ഇത് 35-ാമത്തെ വർഷമാണ്. ഇതുവരെയും എനിക്ക് ഒരു ദേവാലയത്തിൽ നിന്നും ഒരു തിക്താനുഭവങ്ങളും ഉണ്ടായിട്ടില്ല. ഒരു പള്ളിയിൽ 6 വർഷം വികാരിയായിട്ടിരുന്നു. അവിടുന്ന് മാറ്റിയപ്പോൾ ജനങ്ങൾ വെള്ളമുണ്ടാക്കിയപ്പോൾ ഞാൻ അവരെ ശാന്തരാക്കിയിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. എനിക്ക് പള്ളികളിൽ നിന്നും എൻ്റെ ഇടവക ശുശ്രൂഷകളിൽ നിന്നും എനിക്ക് വേദനയുള്ള ഒരു അനുഭവങ്ങളും ഇടവജനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ചില വ്യക്തികളിൽ നിന്ന് അവരെ കഠിനമായി ശാസിച്ചതിന്റെ ഫലമായി അവരെന്നോട് വ്യക്തിവൈരാഗ്യമൊക്കെ വെച്ച് പുലർത്തിയിട്ടുണ്ട്. കാരണം മദ്യപിച്ചിട്ട് വീട്ടുകളിൽ വഴക്കുണ്ടാക്കുന്നവരെ കഠിനമായി ഞാൻ ശാസിക്കുകയും അവരുടെ തക്ക ശിക്ഷ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. മദ്യപാനത്തെ പൂർണ്ണമായി വെറുക്കുകയും അത് നിമിത്തം കുടുംബങ്ങൾ നശിച്ചു പോകുന്ന ഹൃദയവേദനയോട് നോക്കി നിൽക്കുകയും ചെയ്ത അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൈദിക ജീവിതത്തിലെ വേദനാജനകമായ അനുഭവം. ഇപ്പോൾ എന്നോട് ചോദിച്ചു വൈദിക ജീവിതത്തിലെ വെല്ലുവിളിയെന്ന്. ഞാനൊരു ദേവാലയത്തിൽ വികാരിയായിട്ടിരിക്കുമ്പോൾ ഭവന സന്ദർശനത്തിന് ഞാനും എൻ്റെ ശുശ്രൂഷക്കാരനും കൂടി ഇങ്ങനെ ഭവന സന്ദർശിച്ച് പോകുമ്പോൾ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലെ അമ്മ അടുക്കളയിൽ നിന്ന് ഒരു വാക്ക് പറയുകയാണ്. വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോവുകയാണ്. പറഞ്ഞ വാക്ക് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന രംഗം, തലേദിവസം അത്താഴത്തിന് വിളമ്പിയ പ്ലേറ്റുകൾ തല്ലിപ്പൊട്ടിച്ച് നിരത്തിയിട്ടിരിക്കുന്നു. ചോറുകൾ മുഴുവൻ അവിടെ നിരന്ന് കിടക്കുന്നു. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ മോളെ ഇത് ഈ കാണുന്നത്? അപ്പോൾ എടുത്തുകൊണ്ട് വന്നൊരു പഴയ അലൂമിനിയം കലം എടുത്തുകൊണ്ട് കാണിച്ചു. അച്ഛാ ഇതൊന്ന് നോക്കിയപ്പോൾ ആ അലൂമിനിയം കലമെടുത്ത ഭാര്യയുടെ തലക്കടിച്ചിട്ട് അവിടെ തലയുടെ അത്രയും ഭാഗത്തേക്ക് ആ അലൂമിനിയം കലം ചളുങ്ങിപ്പോയി. ആ വേദന കൊണ്ടാണ് ആ കുട്ടി പറഞ്ഞത്, ഇവനങ്ങ് മരിച്ചാലും, ആ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവിടെ, അത് പറയാൻ പറ്റാത്ത വാക്കായതുകൊണ്ട്, ഇവനങ്ങ് മരിച്ചാലും മതി എന്ന് പറയുന്ന ഒരു നാടൻ ഭാഷയാണ് ഉപയോഗിച്ചത്. അതൊക്കെ വലിയ വേദനയുടെ അനുഭവമാണ് എനിക്ക് പൗരോഹിത്യ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ വീടില്ലാതെ, മക്കളെ പഠിപ്പിക്കുവാൻ നിവൃത്തിയില്ലാതെ, മാരകമായ രോഗം ബാധിച്ച് മരുന്ന് മേടിക്കുവാൻ നിവൃത്തിയില്ലാതെ ഒത്തിരി പേരെ ഞാൻ കണ്ടു. എനിക്കതിൻ്റെ മനസ്സിനെ വളരെയേറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് പറയുകയാണ്, പുരോഹിത ജീവിതത്തിൽ പല ദിവസവും രാത്രികളിൽ കിടക്കുന്ന കട്ടിലൂടെ മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം ഇതെന്തോ ഒരു ലോകമാണ്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ രാത്രിയുടെ യാമങ്ങളിൽ കിടക്കുന്ന കട്ടിലവിടെ ഇറങ്ങി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച ഒരനുഭവങ്ങളാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുള്ളത്. എനിക്ക് പൗരോഹിത്യ ശുശ്രൂഷയിൽ ഇടവക ഭരണത്തിലോ മറ്റുള്ളതിലോ ഒന്നും എനിക്ക് പ്രയാസം നേരിട്ടില്ല. എന്നാൽ ഞാൻ എന്നെ സ്നേഹിച്ച കുറെ പാവപ്പെട്ടവരുടെ വേദന, അവരുടെ കണ്ണീര് ഞാൻ കണ്ടു. അത് എനിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ. അച്ഛനിപ്പം പ്രവർത്തിക്കുന്നത് തുമ്പോൺ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന ശാന്തി സദനത്തിന്റെ ഡയറക്ടറായിട്ടാണ്. അപ്പൊ ഈ ഇടവക ചുമതലയിൽ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് അച്ഛൻ മാറാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഞാൻ 2005 ഇവിടേക്ക് വരുന്നത്, ശാന്തി സദനത്തിലേക്ക് വരുന്നത്. 2005 ഇവിടെ വന്ന് താമസം ആരംഭിച്ചു. ആ സമയത്ത് ഞാൻ തുമ്പോൺ ഭദ്രാസനത്തിലെ 2005 ഞാൻ ഇവിടെ വന്ന് താമസം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ നാരങ്ങാനം ഓസിയോസ് ഇടവക, വെട്ടിപ്പുറം സെന്റ് ജോർജ് പള്ളി, വയലത്തല പള്ളി, കീഴ്ക്കഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളി, അയ്യൂർ കുരിശുമുട്ടം പള്ളി, ഇവിടെയൊക്കെ വികാരിയായി സേവനം അനുഷ്ഠിച്ചു ഈ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ പല ദിവസവും രാവിലെ ഞാൻ പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്ന സമയത്ത് എൻ്റെ സ്റ്റാഫ് ആരെങ്കിലും വന്ന് പറയും, അച്ഛാ അതുകൊണ്ട് ഇന്നാര് വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണ്, അച്ഛൻ പള്ളിയിൽ പോയാൽ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവില്ല.
അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പള്ളിയിലേക്ക് പോയി. പക്ഷെ ഞാൻ പള്ളിയിൽ പോയി കുർബാന തീരുന്നതിന് മുമ്പായിട്ട് ആ ആൾ മരിച്ചുപോയി. ഞാൻ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ഓടി ഇവിടേക്ക് വന്നു. വീട്ടുകാർ വിവരം അറിയിച്ച് ബോഡി മോർച്ചറിലേക്ക് മാറ്റി. മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ പള്ളിയിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു സ്റ്റാഫ് ഓടി എന്ന് പറഞ്ഞു, റമ്പച്ച പെട്ടെന്ന് ഓടി വാ, അതുകൊണ്ട് ഇന്നലെ തിന്നാര് മരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. വല്ലാത്ത ഇങ്ങനെ ശ്വാസമുള്ളൂ. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തിന് സ്പൂണിൽ വെള്ളം കോരി കൊടുത്തു. പക്ഷേ അദ്ദേഹം എൻ്റെ കയ്യിലിരുന്ന് തന്നെ മരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കയ്യിലിരുന്ന് മരിച്ച ശേഷം, ഒരാൾ മരിച്ച ശേഷം വിശുദ്ധ ബലി അർപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് കുറേ നാൾ ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഭദ്രാസന മെത്രാപ്പൊലീത്തയോട് വിവരം പറയുകയും ഇടവക ഭരണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഞാൻ മാറിയിട്ട് ഈ ശാന്തി സദനത്തിന്റെ പൂർണ്ണമായ ചുമതല ഏറ്റെടുത്തു. അതിനുശേഷമാണ് ഞാൻ കൊടുമൺ അങ്ങാടിക്കലിൽ മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം എന്ന ഓൾഡേജ് ഹോമിനും സഭയ്ക്ക് വേണ്ടി ആരംഭിക്കുന്നത്. നേരത്തെ തന്നെ BBC പാറയത്തെ എന്ന് പറയുന്ന ആള് സഭയ്ക്ക് എഴുത്തുന്ന കെട്ടിടമായിരുന്നു. അവിടെ പ്രവർത്തിക്കാതെ കിടന്നതുകൊണ്ട് ഈ സ്ഥാപനത്തിലെ ഏതാനും പുരുഷന്മാരെ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ സ്നേഹാലയം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും ആ സ്ഥാപനത്തിന്റെ മാനേജരായിട്ട് തന്നെയാണ് ഞാൻ തുടരുന്നത്. ശാന്തി സ്ഥാനത്തിന്റെ ഡയറക്ടറും സ്നേഹാലയത്തിന്റെ മാനേജരുമായിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത്. എറമ്പാച്ച, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എറമ്പാച്ചന്റെ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണ് അവരുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടി? ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, വൃദ്ധസദനങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളുടെ ചുമതലയാണ്. വൃദ്ധസദനങ്ങളുടെയും ഹോം നേഴ്സിന്റെയും ചുമതലയല്ല. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളാണ്. എന്നാൽ ഇന്ന് പല മക്കളും ഉപജീവനമാർഗം തേടി വിദേശത്തേക്ക് പോകുമ്പോൾ ഈ കേരളത്തിൽ നിന്ന് ഇവിടെ ജോലിയൊന്നുമില്ല, അവർക്ക് ഉപജീവനമാർഗം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഉപജീവനമാർഗം തേടി അവർ പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതമായി ഏതെങ്കിലും കരങ്ങളിൽ എത്തിക്കണമെന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ നല്ലവണ്ണം കരുതി. ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ആള് വരുന്ന ദിവസം മുതൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുമാണ്. ഞാൻ അതുകൊണ്ട് ഇവിടേക്ക് വരുന്നവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്കെപ്പോഴും സന്തോഷം പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അവരുടെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ സ്ഥാപനത്തിലെ എല്ലാ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും അടുക്കൽ ഞാൻ പോകും. എന്തുണ്ട് വിശേഷം? ആരോഗ്യം എങ്ങനെയുണ്ട്? രാത്രി ഉറങ്ങിയോ? ഭക്ഷണം കഴിച്ചോ? എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ആഹാരം വേണോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് അവർക്ക് കൊടുക്കുവാനായിട്ട് ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. എറമ്പാച്ചന് കുറച്ച് മുന്നേ പറഞ്ഞു അനേകം ആളുകളുടെ ജീവിതത്തിൽ കണ്ണുനീര് തുടയ്ക്കുവാൻ എറമ്പാച്ചന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഹൃദയസ്പർശിയായി പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു അനുഭവം പറയാൻ പറ്റുമോ? എൻ്റെ കരൾ മാറ്റിവെച്ചത് എറണാകുളത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലാണ്. ഞാൻ കരൾ മാറ്റി വെച്ചിട്ട് ഏതാനും മാസം എറണാകുളത്ത് ഒരു വീട് വാടകയ്ക്കെടുത്താണ് അവിടെയാണ് കഴിഞ്ഞിരുന്നത്. എൻ്റെ ചികിത്സ കഴിഞ്ഞ് ഞാൻ ഇവിടേക്ക് വന്നപ്പോൾ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഓരോ അമ്മമാരുടെയും അപ്പച്ചന്മാരുടെയും അടുക്കലേക്ക് തന്നെ പോയി. ഡോക്ടർമാർ പോകരുത് എന്ന് ഇവിടെ പറഞ്ഞു എങ്കിലും ഞാനത് അവഗണിച്ചുകൊണ്ടാണ് പോയി. എനിക്ക് അവരെ ഒന്ന് കാണുന്നതിന് വേണ്ടി നല്ലപോലെ മാസ്ക് ഒക്കെ വെച്ച് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ടാണ് പോയത് തന്നെ. അങ്ങനെ ഒരു അമ്മയുടെ അടുക്കിലേക്ക് ഞാൻ ചെന്നു. അമ്മ എന്നെ തുറിച്ചു നോക്കി. അമ്മ എന്നോട് ചോദിച്ചു പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല, ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛനെ കുറെ നാളുകൊണ്ട് കാണാനില്ല. പക്ഷെ അച്ഛൻ്റെ സൗണ്ട് പോലെ ഇരിക്കുന്നു. ആ അച്ഛനാണോ ഇത് എന്നോട് ചോദിച്ചു. ഞാൻ അമ്മയെ സൂക്ഷിച്ചു നോക്കി. അതിൻ്റെ പിന്നിൽ വേറൊരു കഥയാണുള്ളത്. ഈ അമ്മയെ എൻ്റെ അടുക്കിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നതാണ്. ഒരു മാനസിക രോഗിയായി ആരോട് സംസാരിക്കാതെ ഒരു റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന ഒരമ്മ. അമ്മയെ ഇവിടെ കൊണ്ടുവന്ന അന്ന് വൈകിട്ട് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തു. ഇവിടെ വൈകിട്ടത്തെ ഭക്ഷണം കഞ്ഞി, പയറ്, നല്ല മൂരി കാച്ചിയത്, എന്തെങ്കിലും ഒരു അച്ചാറ്, ചില ദിവസങ്ങൾ ഓരോ പപ്പടവും കാണും. ഈ അമ്മയ്ക്ക് ഈ ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ അമ്മ കുടിച്ചില്ല. സ്റ്റാഫ് വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ പുതുതായിട്ട് വന്ന അമ്മ ഭക്ഷണം കഴിച്ചില്ല. അച്ഛനെന്ന് ഞാൻ പറ. ഞാൻ ഈ അമ്മയുടെ അടുക്കിലേക്ക് ചെന്നു.
അമ്മ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തേക്ക് ചെന്ന് ഉപദേശിക്കുമ്പോൾ ഈ ചൂട് കഞ്ഞി എടുത്ത് എൻ്റെ തലയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തത്. അന്ന് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യമായിട്ട് തയ്ച്ച ഒരു നല്ല വെള്ളക്കുപ്പായ ഇട്ടുകൊണ്ട് ഞാൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരികയാണ്. ആ വെള്ളക്കുപ്പായത്തിന്റെ മണ്ടിലേക്കാണ് ഈ മോരുകറിയും അച്ചാറും കൂടെ കോരി ഒഴിക്കുന്നത്. തലയിൽ കൂടെ തന്നെ കോരി ഒഴിക്കുന്നത്. ഭാഗ്യത്തിന് ചെറിയ ചൂടേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ദേഹം പൊള്ളിയില്ല. എന്നിട്ട് കുറെ ചീത്തയും എന്നെ വിളിച്ചു. നീ എന്നെ കഞ്ഞി കുടിപ്പിക്കാൻ വന്നോടാ എന്ന് ചോദിച്ചുകൊണ്ട്. 1-2 ദിവസം അമ്മ വയലൻ്റായിട്ടൊക്കെ ഇരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ശാന്തമാകാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങളായി എൻ്റെ കൂടെ താമസിച്ചുകൊണ്ടിരുന്ന അമ്മയാണിത്. അമ്മ എന്നെ വളരെയേറെ സ്നേഹിച്ചിരുന്നു. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാസ്ക് എടുത്ത് അമ്മയെ എൻ്റെ മുഖം കാണിച്ചു. ഈ അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ നെഞ്ചത്തോട്ട് അമ്മ തലയാണ് വെച്ചത്. മോനെ, ഞാൻ വിചാരിച്ചു മോൻ ചത്തുപോയെന്ന്. പക്ഷെ എനിക്ക് ആരോടും ചോദിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. എൻ്റെ മോൻ തിരിച്ചു വന്നല്ലോ. എനിക്ക് സന്തോഷമായി. എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയിട്ട് 42 വർഷമായി. ഇപ്പോഴും ഈ വർഷത്തിനിടയിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ലഭിച്ച ഒരു നിമിഷമായിരുന്നു അത്. ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത ഏതാണ്ട് 90-നടുത്ത് പ്രായമുള്ള അക്രൈസ്തവയായ ഒരമ്മ കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ചത്തോട്ട് അവരുടെ തല വെച്ചിട്ട് എൻ്റെ മോൻ തിരിച്ചു വന്നല്ലോ, എനിക്കത് മതി. ആ വാക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ ഒരു സമയമായിരുന്നു. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഏതാണ്ട് 14 വർഷത്തോളം ആകും. കരൾ മാറ്റിവെച്ചവർക്ക് പല അസ്വസ്ഥതകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച മാത്രം അല്പം മങ്ങിയിട്ടുണ്ട്, അല്ലാതെ എനിക്ക് വേറൊരു ശാരീരിക പ്രശ്നങ്ങളുമില്ല. ഈ അമ്മമാരുടെ, ഈ അപ്പച്ചന്മാരുടെ പ്രാർത്ഥനയാണ് അതിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും അവരുടെ അനുഭവവുമാണ്, സന്തോഷവുമാണ് എന്നെ ഇത്രയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ചാലക ശക്തി എന്ന് ഞാൻ പറയും. അച്ഛന് ഏകദേശം ഒരു 26 പുസ്തകങ്ങളോളം എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒട്ടേറെ അവാർഡുകൾ അച്ഛൻ ലഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ പുസ്തകത്തിലൂടെ, അച്ഛൻ്റെ എഴുത്തിലൂടെ സമൂഹത്തിന് നൽകുന്ന സന്ദേശം? ഈ അവാർഡുകളെ എങ്ങനെയാണ് അച്ഛൻ കാണുന്നത്? ഞാൻ ഏകദേശം 22ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊന്നും തന്നെ ഞാൻ ഒരു ബുക്ക് ഷോപ്പിൽ കൊടുക്കാറില്ല. എന്നെ കാണാൻ വരുന്നവർക്ക് മാത്രം കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകങ്ങളിലൂടെ ഞാൻ ലോകത്തോട് പറയുന്നത്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, നിങ്ങൾ പരസ്പരം കരുതണം. നിങ്ങൾ ഈ ലോകത്തിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വലിയ ബാങ്ക് ബാലൻസുകളോ റബ്ബർ എസ്റ്റേറ്റുകളോ മണിമാളികളോ സമ്പാദിക്കരുത്. അത് നശിച്ചു പോകുന്നതാണ്. ഇതൊന്നും സമ്പാദിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ആവശ്യമാണ്. നമുക്ക് താമസിക്കാൻ വീട് വേണം, നമ്മുടെ നിത്യച്ചെലവിന് പണം വേണം. എന്നാൽ നാം പണത്തിന് വേണ്ടി ജീവിക്കരുത്. ജീവിക്കാനായി പണം നമ്മൾ സമ്പാദിക്കണം. ഇന്ന് സമൂഹം പണത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തും കാണിക്കുവാൻ, എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ലോകം. ഇങ്ങനെയുള്ള ലോകത്തിൽ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന വിക്രികളൊക്കെ അത് നിലനിൽക്കുകയില്ല. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മാത്രമേ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കരുതുക. അതിന് മുഖാന്തരമായി തീരണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനാ ജീവിതമുള്ളവരാകണം. നിങ്ങൾ ഈശ്വരനെ ഭയക്കുന്നവരാകണം. ഹിന്ദുവാണെങ്കിൽ അമ്പലത്തിലേക്ക് പോയി ആ ഭഗവാനോട് നിങ്ങളുടെ ആവശ്യങ്ങളും ആവലാതികളും പറയണം. ക്രിസ്ത്യാനിയാണോ, നീ പള്ളിയിൽ പോയി ആരാധനയിൽ സംബന്ധിച്ച് പരിശുദ്ധ പൗലോസ് പറയുന്ന പോലെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയി ഇതാ പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. ഇസ്ലാം മത വിശ്വാസിയാണോ, നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം മസ്റ്റായിട്ട് പള്ളിയിൽ പോകണം. ദൈവമായി നിങ്ങൾക്കൊരു ബന്ധമുണ്ടാകണം. ദൈവമായ ബന്ധമില്ല എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ മറ്റും പലതും കുടികൊള്ളും. ദൈവത്തിന് സ്ഥാനം കൊടുക്കാത്ത ഒന്നും നിലനിൽക്കുകയില്ല. ഇതാണ് ഞാൻ എൻ്റെ പുസ്തകത്തിലൂടെ എപ്പോഴും പറയുന്നത്. പിന്നെ എന്നോട് ചോദിച്ചു അവാർഡുകളെ കുറിച്ച്. ഞാൻ ഒരിക്കലും അവാർഡുകൾക്ക് പുറകെ പോയിട്ടില്ല. എനിക്ക് ഡോക്ടർ അംബേദ്കർ നാഷണൽ ദേശീയ അവാർഡ് തന്നു. ഡോക്ടർ ജഗജീവൻ റാം കർമ്മരത്ന പുരസ്കാരം തന്നു. സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് പല അവാർഡുകൾ തന്നു. പല സംഘടനകളും അവാർഡുകൾ തന്നു. ഈ അവാർഡുകളെ ഒന്നും ഞാൻ വലുതായിട്ട് കാര്യമായിട്ട് കാണുന്നില്ല. പിന്നെ
അവളുടെ മുഖം നോക്കി ഞാനിതൊന്നും വാങ്ങിയില്ല എന്ന് പറയാനുള്ള മടി കൊണ്ട് അത് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു എന്നല്ലാതെ ഈ അവാർഡുകൾ ഞാൻ പ്രശംസിക്കുന്നില്ല. എൻ്റെ അവാർഡ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആ ദൈവത്തിൽ നിന്ന് അവാർഡ് തന്നെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൂ. അതുകൊണ്ട് അവാർഡുകളിൽ ഞാൻ ഒന്നും പ്രശംസിക്കുന്നില്ല, അതിൻ്റെ പുറകെ പോവുകയും ഇല്ല. ഇതുവരെയും ഒരു സ്ഥാനത്തിനോ മാനത്തിനോ വേണ്ടി ഞാൻ പോയിട്ടില്ല. എൻ്റെ ഈ 35 വർഷത്തെ എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ പോലും എനിക്ക് ഇന്ന പള്ളിയിൽ തരണമെന്നോ ഇന്ന പള്ളിയിലേക്ക് എന്നെ വിടണമെന്നോ ഒരു മെത്രാപ്പൊലീത്തന്മാരോട് ഞാൻ പറഞ്ഞിട്ടില്ല. സഭ എന്നോട് ഏത് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ അവിടെ പോയി ശുശ്രൂഷിക്കും. അതാണ് എൻ്റെ ജീവിത ശൈലി. റംബാച്ച, നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ സഭയ്ക്കകത്ത് പോലും സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ സോഷ്യൽ മീഡിയ ഇപ്പം നമ്മുടെ അച്ഛന്മാരാണേലും നമ്മുടെ പള്ളികളിലൊക്കെ ആണെങ്കിലും പോലും നമ്മുടെ കുർബാനകളും ഒക്കെ ഇതിലൂടെ ഇപ്പം വരുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് റംബാച്ചൻ കാണുന്നത്? ഞാനിതിനെ നഖശിഖാന്തം എതിർക്കുന്നയാളാണ്. ആരാധന രഹസ്യമാണ്. അത് ഇന്ന് പൊതുജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇട്ടിട്ട് അവരുടെ കോട്ടിലേക്ക് വിട്ടിട്ട് അവിടെ ഇട്ട് ആ പന്തിനെ തട്ടിക്കൊണ്ടിരിക്കുക. ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല. സഭ സോഷ്യൽ മീഡിയയെ നിയന്ത്രിക്കണം. സഭയിലെ പുരോഹിതന്മാർക്ക് കർശനമായ അതിന് നിർദ്ദേശം കൊടുക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാനിത് പറയുമ്പോൾ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വിലസുന്ന പല അച്ഛന്മാരും എന്നോട് എതിർക്കും. സോഷ്യൽ മീഡിയ നല്ലതാണ്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ചില സോഷ്യൽ മീഡിയയിലെ നല്ല കാര്യങ്ങൾ വളരെ സപ്പോർട്ടുള്ള ഒരാളാണ് റിഞ്ചു പി കോശി അച്ഛൻ. അച്ഛൻ്റെ ചില യൂട്യൂബിലെ സഭയുടെ ആരാധനയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാൻ ചില സമയങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് സാധാരണ ജനങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ്. അത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അധികം കൈകാര്യം ചെയ്യുന്ന ആളല്ല. എനിക്കാകെ മൊബൈല് ഫോൺ വിളിക്കാനും അറിയാം, ഫോൺ എടുക്കാനും അറിയാം. അല്ലാതെ എനിക്ക് ഈ മൊബൈലിൻ്റെ യാതൊരു ഓപ്പറേഷനും എനിക്കറിയില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഈ മൊബൈലിൽ എന്തെങ്കിലും ചെയ്യുന്ന എൻ്റെ സ്റ്റാഫാണ്. ഞാൻ എൻ്റെ റൂമിൽ ഒരു TV പോലും ഇല്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവിടെ കിടന്ന ഒരു അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഈ TV എടുത്ത് റംബാച്ചൻ്റെ റൂമിൽ വെക്കണം എൻ്റെ ഓർമ്മയ്ക്ക്. അങ്ങനെ ഇന്നലെ, അമ്മ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മരിച്ചത്, അമ്മ ഞായറാഴ്ച അടക്കി. ഇന്നലെ, അതായത് ഈ തിങ്കളാഴ്ച, ആ TV എടുത്ത് എൻ്റെ റൂമിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട്. എൻ്റെ റൂമിൽ TVയോ മറ്റോ ഒന്നും ഇല്ലായിരുന്നു. ആ TV അവിടെ വെച്ചേക്കുന്നതേ ഉള്ളൂ, ഞാൻ ഉപയോഗിക്കുന്നുമില്ല. എനിക്ക് സോഷ്യൽ മീഡിയ നല്ലതാണ്, എന്നാൽ ആരാധനയുടെ രഹസ്യാത്മകമായ കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് ഞാൻ അങ്ങേയറ്റം എതിർക്കുന്ന ആളാണ്. എന്നാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ വിനിയോഗിക്കുകയും വേണം. കാലഘട്ടത്തിനനുസരിച്ച് സഭയും സമൂഹവും മാറുകയും വേണം. പക്ഷേ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. പരിധിക്ക് അപ്പുറത്തേക്ക് പോകരുത്. റംബാച്ച, ഇന്നത്തെ പുതിയ തലമുറ, പുത്തൻ തലമുറ സഭയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും ഒക്കെ ഇങ്ങനെ ഓടി ഒളിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് പുതിയ തലമുറയോട് റംബാച്ചിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സന്ദേശം? ഈ ചോദ്യം ചോദിച്ച വളരെ ശരിയാണ്. ഇന്നത്തെ യുവതലമുറ സഭയോടും ആരാധനാ കാര്യങ്ങളോടും പലപ്പോഴും മറുതലിച്ചു നിൽക്കുന്നതായി കാണുന്നുണ്ട്, ഒരു പരിധിവരെ. എന്നാൽ വിശ്വാസത്തോടും പക്വതയോടും ദൈവഭയത്തോടും നിൽക്കുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട്. എന്നാൽ യുവജനങ്ങളിൽ ചിലര് പള്ളികളിൽ നിന്ന് അകന്നിക്കാനുള്ള കാരണം കാലഘട്ടത്തിനനുസരിച്ച് യുവജനങ്ങളെ ആകർഷിക്കുവാൻ തക്കവണ്ണമുള്ള അവരുടെ ആ കഴിവുകൾ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിലുള്ള ക്രിയാത്മകമായ കാര്യങ്ങൾ നമ്മുടെ സഭ ചെയ്യണം. അല്ല എങ്കിൽ യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നു പോകും. അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ എവിടെ വേദി കിട്ടുന്നോ അവർ അവിടേക്ക് പോകും. അതുകൊണ്ട് സഭയ്ക്ക് യുവജനങ്ങളെ ആകർഷിക്കുവാൻ തക്കവണ്ണം ക്രിയാത്മകമായ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റും മറ്റ് ബുദ്ധിരാക്ഷസന്മാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ യുവജനങ്ങളെ എങ്ങനെ ദേവാലയങ്ങളോട് അടുപ്പിക്കാം, അവരുടെ കഴിവുകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് പഠിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതാണ് നമുക്ക് ഒരാവശ്യം. രണ്ടാമത്തെ കാര്യങ്ങൾ, ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ ആരാധനാ കാര്യങ്ങളിലൊന്നും അല്ല അവർക്ക് വലിയ ശ്രദ്ധ. അവർക്ക് ഇന്ന് TJ പാർട്ടികളും മറ്റ് അതുപോലെയുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലരും മുൻകൈ എടുക്കുന്നതും. അതാണ് അവർക്കിഷ്ടം. അതിന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണം. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയട്ടെ, എൻ്റെ പിതാവ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞായറാഴ്ച ദിവസം ഞങ്ങളെ മക്കളെ ഒരുക്കിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോകുമായിരുന്നു. ഞങ്ങളുടെ പുഴിക്കാട്ട് നിന്ന് ഉടശനാട് സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രലിലേക്ക് പോകണം ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ഉണ്ട്. അന്ന് ഇന്നത്തെ പോലെ ബസ് സൗകര്യമൊന്നുമില്ല. ഈ 2.5 കിലോമീറ്റർ വളരെ കുഞ്ഞുങ്ങളായിരുന്ന 4-5 വയസ്സുള്ള ഞങ്ങളെ നടത്തിക്കൊണ്ട് പള്ളിയിൽ പോയി ആരാധനയിൽ സംബന്ധിപ്പിച്ച് തിരിച്ച് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവരും. അതിനേക്കാൾ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ കുർബാന അനുഭവിക്കുന്ന ദിവസം ഒരു പച്ചവെള്ളം ഞങ്ങൾക്ക് തരികയില്ല. കർത്താവിന്റെ ദൃശ്യരക്ഷങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്.
ഒരു തുള്ളി വെള്ളം കുടിക്കാൻ അനുവദിക്കുകയില്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇന്നും അതൊക്കെ ഞങ്ങൾ ഫോളോ ചെയ്യണം. ഞങ്ങളുടെ കുടുംബമൊക്കെ അത് ഫോളോ ചെയ്യുന്നുണ്ട്. ഇന്ന് ദൈവത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാധനാ കാര്യങ്ങൾ അകന്നു പോകുന്നു. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ യുവജനങ്ങളെ മാത്രമല്ല കുറ്റം പറയുന്നത്, ഇന്നത്തെ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയും. അടുത്ത കാലത്ത് ഒരു യുവതിയോട് നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി മറുപടി പറയുകയാണ്, എൻ്റെ അമ്മയ്ക്ക് സന്ധ്യയ്ക്കുള്ള ഇന്ന സീരിയൽ കാണണം, അതുകൊണ്ട് വീട്ടിൽ അമ്മ TV ഓൺ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കും, ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യ പ്രാർത്ഥനയില്ല എന്ന്. ഞാൻ പുരോഹിതനായിരിക്കുന്ന കാലത്ത് ഏതാണ്ട് 10 കൊല്ലം മുമ്പ് ആ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഞങ്ങളുടെ അമ്മയ്ക്ക് സന്ധ്യയ്ക്ക് സീരിയൽ കാണണം, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യ പ്രാർത്ഥനയില്ല. ഇതിന് കാരണക്കാരാരാണ്? ഒരു പരിധി വരെ മാതാപിതാക്കൾക്കും ഈ കുഞ്ഞുങ്ങൾ വഴി തെറ്റി പോകുന്നതിൽ പങ്കുണ്ട് എന്ന് ഞാൻ പറയും. എൻ്റെ പിതാവും മാതാവും ഭക്തരായ വ്യക്തികളായിരുന്നു കൊണ്ടാണ്, നിന്റെ കുരിശൻ ചുമന്നുകൊണ്ട് നാനാജാതികളുടെ ഇടയിൽ പോകണമെന്ന് പ്രാർത്ഥിച്ച പിതാവിന്റെ മകനായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കുരിശൻ എൻ്റെ കരുത കിട്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. മക്കളിലേക്ക് ദൈവത്തെക്കാൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണ്ട, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടാക്കണ്ട, മണിമാളികൾ നിങ്ങൾ ഉണ്ടാക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദൈവത്തെ കാണിച്ചു കൊടുക്കണം. മക്കളെ നിങ്ങൾ ഭൗതികമായി എന്ത് നേടിയാലും അത് നിലനിൽക്കുകയില്ല. നിങ്ങൾ ദൈവത്തുമായി ഒരു ബന്ധമുണ്ടായിരിക്കണമെന്ന് മക്കളെ കാണിച്ചു കൊടുക്കാത്ത മാതാപിതാക്കളെ ദുഃഖിക്കേണ്ടി വരും. മക്കളെ പള്ളിയിൽ പറഞ്ഞു വിടുന്നത്, ഞങ്ങളുടെ വീട്ടിലൊക്കെ ശനിയാഴ്ച ദിവസം സൺഡേ സ്കൂളിലെ പുസ്തകം പഠിക്കാൻ അനുവദിക്കത്തുള്ളായിരുന്നു. ഇന്നത്തെ മാതാപിതാക്കളെ എൻട്രൻസിന് വേണ്ടിയും കോച്ചിങ്ങിന് വേണ്ടിയും മക്കളെ പറഞ്ഞു വിടുകയാണ്. മക്കളെ കോച്ചിങ്ങിന് പോയി അവരുടെ വഴിക്ക് അവർ പോവുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകണം, ശാസിക്കേണ്ടത് ശാസിക്കണം. അതുപോലെ മാതാപിതാക്കളോട് എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇന്ന് പെൺകുട്ടികൾ പലപ്പോഴും ശരീരഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ദേവാലയങ്ങളിലേക്ക് ഒരു വസ്ത്രധാരണം. അത് നിയന്ത്രിക്കണം. നല്ല വസ്ത്രം ധരിക്കണം. മാന്യതയോടെ ദേവാലയത്തിൽ വരണം, പഠിപ്പിക്കണം. അങ്ങനെ ശിക്ഷണത്തോടു കൂടി മക്കളെ വളർത്തുന്നുവെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നല്ല നിലയെത്തും. ഇത് മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് മക്കളെ വിടുന്നത്. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള രീതിയിൽ പോകാം. അത് മാതാപിതാക്കൾ നിയന്ത്രിക്കണം. ഇതാണ് എൻ്റെ ഒരു ഉപദേശമാണ്. വളരെ തിരക്കുകൾക്കിടയിലും നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച റമ്പാച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനിയും ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചമാകുവാൻ റമ്പാച്ചന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു.